കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പോളണ്ടിലെ ഔദ്യോഗികമായി സഭ അംഗീകരിച്ച ഏക മരിയൻ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ചും പോളണ്ടിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. 13 വയസ്സ് പ്രായമുള്ള ജസ്റ്റീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടവക ദേവാലയത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ് അവൾ അമ്മയോട് കൂടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് ദേവാലയത്തിൽ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുവാനുള്ള മണി മുഴങ്ങി. ഇപ്രകാരം ദേവാലയത്തിലെ മണി മുഴങ്ങുമ്പോൾ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പരിചയമുള്ള ജസ്റ്റീന തൻ്റെ അമ്മയോട് കൂടെ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ആരംഭിച്ചു. ഇപ്രകാരം പ്രാർത്ഥന ആരംഭിച്ച ഉടനെ തന്നെ അവൾ കാണുക, അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ മരച്ചില്ലകൾക്കിടയിൽ പ്രകാശിതമാകുന്ന എന്തോ അവൾ ദർശിച്ചു. അവിടെ ഒരു സ്ത്രീ രൂപം ഉയർന്നു വരുന്നത് അവൾ കണ്ടു. ഈ പ്രത്യേകമായ ഒരു ആകർഷണീയമായി പ്രത്യക്ഷപ്പെട്ട ഈ സ്ത്രീ ജസ്റ്റിനോട് പറഞ്ഞു, നാളെയും ഇതേ സ്ഥലത്ത് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന്. പെട്ടെന്നൊന്നും മനസ്സിലാകാതെ ജസ്റ്റിന പിന്നെ അമ്മയോട് കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ജസ്റ്റിനയുടെ മുമ്പിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇടവക ദേവാലയത്തിൽ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുവാനുള്ള മണി മുഴങ്ങിയപ്പോൾ ജസ്റ്റീന ആ പ്രാർത്ഥന ഉരുവിടാനായിട്ട് ആരംഭിച്ചു. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്നുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ സന്ധ്യാസമയത്ത് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള മണിയടിക്കുമ്പോൾ അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുന്ന പതിവുണ്ട്. ദേവാലയത്തിലെ ഈ മണിമുഴക്കം കേൾക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുക കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലിയ. നേരത്തെയൊക്കെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ദിവസത്തിൽ 3 പ്രാവശ്യം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ഒരു കുടുംബം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ ക്രൈസ്തവനും ചൊല്ലി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്.
ഡോൺ ബോസ്കോയോ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്ന സമയം. ആ സമയത്താണ് സ്വർഗം ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ഒരു ദർശനമായി ഡോൺ ബോസ്കോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുക. ഇപ്രകാരം ഡോൺ ബോസ്കോയ്ക്ക് ഒരു ദർശനമായി വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് ഡോൺ ബോസ്കോയുടെ മുമ്പിൽ യേശു ക്രിസ്തു ഒരു യുവാവായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. യുവാവായി പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കണ്ടപ്പോൾ ബാലനായ ഡോൺ ബോസ്കോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഡോൺ ബോസ്കോ ഈ യുവാവിനോട് ചോദിക്കുന്നു, താങ്കൾ ആരാണ്? അപ്പോൾ ഈ യുവാവ് പറഞ്ഞു, ദിവസവും 3 പ്രാവശ്യം ആരോട് പ്രാർത്ഥിക്കണമെന്നാണോ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്? ആ അമ്മയുടെ മകനാണ് ഞാനെന്ന്. ദിവസവും 3 പ്രാവശ്യം ആരോട് പ്രാർത്ഥിക്കണമെന്ന് നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചുവോ? ആ അമ്മയുടെ മകനാണ് ഞാൻ. ഡോൺ ബോസ്കോയുടെ അമ്മ വാഴ്ത്തപ്പെട്ട മമ്മ മാർഗരറ്റ് ദിവസം 3 പ്രാവശ്യം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഡോൺ ബോസ്കോയെ പഠിപ്പിച്ചിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മാലാഖയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത മംഗളവാർത്തയും പിന്നീട് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളുമാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. അതിനാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന തിന്മയ്ക്കെതിരായുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നും പലരുടെയും ജീവിത അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടൽ എക്വദോറിൽ നടന്നതിനെക്കുറിച്ച് ഞാൻ പങ്കുവെച്ചുവല്ലോ. എക്വദോറിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മദർ മരിയാന ടോറസ് ജീസസ് എന്ന് പറയുന്ന സിസ്റ്ററിന് പല തിന്മയുടെ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വന്ന ചില അനുഭവങ്ങളും ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. എന്നാൽ എന്നെ സ്പർശിച്ച ഒരു കാര്യം ഇപ്രകാരമാണ്. ഒരിക്കൽ പിശാച് ഈ സിസ്റ്ററിനെ തൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ ആ മണിമാളികയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ആ മണിമാളികയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുവാനായി, മണിയുടെ കയറൂരി ആത്മഹത്യ ചെയ്യുവാനായി വലിയ വിഷാദ രോഗം എന്നൊരവസ്ഥയിലേക്ക് ഈ സിസ്റ്ററിനെ കൊണ്ടെത്തിച്ച് പിശാച് പ്രലോഭനത്തിലൂടെ ഈ സിസ്റ്ററിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ സമയത്ത് അടുത്ത ഇടവക ദേവാലയത്തിലെ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുവാനുള്ള ആ മണിയുടെ നാദം, ശബ്ദം ഈ സിസ്റ്റർ ഇവിടെ കേൾക്കുകയും പെട്ടെന്ന് ഇത് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കേണ്ട സമയമാണല്ലോ എന്ന് തിരിച്ചറിയുകയും ഉടനെ തന്നെ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന മുഴുവനും സിസ്റ്റർ അവിടെ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പിശാച് ഭയപ്പെട്ട് ഓടി സിസ്റ്റർ ആ അവസ്ഥയിൽ നിന്ന് മോചിതയായ സംഭവം മദർ മരിയാന ടോറസ് ജീസസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മാലാഖ വിശ്വസ്തയോട് ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിച്ചതും നമുക്ക് ചരിത്രപരമായി സാക്ഷ്യപ്പെടുത്തിയത് നാം കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇവിടെ പോളണ്ടിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ 13 വയസ്സുള്ള മകൾ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുക. നേരത്തെയൊക്കെ നമ്മുടെ സ്കൂളുകളിൽ, പ്രത്യേകിച്ചും നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന സ്കൂളുകളിലൊക്കെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുൻപ് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഉച്ചഭക്ഷണത്തിനായിട്ട് പോവുക പതിവായിരുന്നു. ഇന്നും അതൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് ചേർന്ന്
കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ആ നാളുകളിൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ വലിയ ദൈവീക ഇടപെടൽ നമ്മൾ ദർശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇപ്രകാരമുള്ള അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെ കാലഹരണപ്പെട്ട് പോകാതിരിക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെയൊക്കെ വലിയ ദൈവീകമായ അനുഭവത്തിലൂടെ നയിക്കുകയും കർത്താവിൻ്റെ സംരക്ഷണ വലയത്താൽ പൊതിയുകയും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വിദ്യാലയങ്ങളെയും അവിടെ പഠിക്കുന്ന കുട്ടികളെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന. ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ പല കുട്ടികളും പല മയക്കുമരുന്നിനും മദ്യത്തിനും അശുദ്ധിക്കുമൊക്കെ വീണുപോകുന്ന ചില അവസരങ്ങളുള്ളപ്പോൾ ഇത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ ഇന്നും പരിശുദ്ധ അമ്മയിലൂടെ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ആ ഭക്തിയും പ്രാർത്ഥനകളുമൊക്കെ ഏതെങ്കിലും കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതും ഉചിതമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പോളണ്ടിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ളതാണ്. ഇനി നമുക്ക് തുടർന്ന് ജസ്റ്റിനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിലുള്ള പരിശീലനം കഴിഞ്ഞ് ജസ്റ്റിന പോയ സമയത്ത് ദേവാലയത്തിൽ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ട മണി മുഴങ്ങി. ഉടനെ തന്നെ അവൾ കാണുക അടുത്തുണ്ടായിരുന്ന ഒരു മരം കൂടുതലായി പ്രകാശിച്ച് ജ്വലിക്കുന്നതായിട്ട് അവൾ കണ്ടു. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ രൂപം വീണ്ടും തലേ ദിവസത്തെ പോലെ പ്രത്യക്ഷപ്പെടുന്നു. ഈ സമയത്ത് ആ സ്ത്രീ തനിച്ചായിരുന്നില്ല, അവളുടെ കൂടെ കുറേ മാലാഖമാരെയും ഇവൾ കണ്ടു. തൊട്ടടുത്ത് തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു വളയം അവൾ ദർശിച്ചു. ഈ വളയത്തോട് ചേർന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. അവൾ കാണുന്നത് ഇപ്രകാരമാണ്: 2 മാലാഖമാർ ഈ സ്ത്രീയെ വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടെ ആനയിച്ച് ഈ സിംഹാസനത്തിൽ ഇരുത്തുന്നു. ഉടനെ തന്നെ മറ്റ് 2 മാലാഖമാർ ഉണ്ണിയേശുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അമ്മയുടെ ഇടത് കാലിൻ്റെ മുട്ടിൽ ഇരുത്തുന്നു. ഉണ്ണീശോയുടെ കയ്യിൽ ഒരു ലോബും അതിൻ്റെ മുകളിൽ ഒരു കുരിശുമുണ്ട്. അതിനുശേഷം ചില മാലാഖമാർ വന്ന് ഈ അമ്മയുടെ ശിരസിൽ സ്വർണ്ണ നിറത്തിലുള്ള കിരീടം ധരിപ്പിക്കുന്നു. പിന്നീട് ഈ മാലാഖമാർ ഈ ഉണ്ണീശോയ്ക്കും മാതാവിനും ചുറ്റും നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു സ്വർഗീയ അനുഭവം ജസ്റ്റിന കാണുകയാണ്. ഇതിനൊക്കെ മുകളിലായി മറ്റു ചില മാലാഖമാർ വളരെ ഭവ്യതയോടും സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും നിൽക്കുന്നതും അവൾ കണ്ടു. അതിലൊരു മാലാഖ, ഇതിനെയൊക്കെ ചുറ്റി നിന്നിരുന്ന ഒരു മാലാഖ ഒരു ക്രൂശിത രൂപത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നതും ജസ്റ്റിന കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയും യേശുക്രിസ്തുവും തമ്മിലുള്ള അഗാധമായ ഒരു ബന്ധം ഈ ദർശനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ സിംഹാസനത്തിൽ മാലാഖമാരിൽ ആനയിക്കപ്പെട്ട് അവിടെ അമ്മ ഉപവിഷ്ടയാകുന്നു. ഉടനെ തന്നെ ഉണ്ണീശോയെ അമ്മയുടെ മടിയിൽ മാലാഖമാർ ഇരുത്തുന്നു. പിന്നീട് അമ്മയ്ക്ക് ചുറ്റുമാണ് ആ പ്രത്യേകത നമ്മൾ കാണുക. അമ്മയെ കിരീടം ധരിപ്പിക്കുന്നു, സ്വർണ്ണ നിറത്തിലുള്ള കിരീടം ധരിപ്പിക്കുന്നു. മറ്റ് 2 മാലാഖ വന്ന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള വടി പരിശുദ്ധയമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ അമ്മയ്ക്ക് അധികാരവും ബഹുമാനവും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകുന്നതാണ് ഇവിടെ കാണുക. എന്നാൽ പിന്നെ ഏറ്റവും അവസാനം കാണുന്ന ഇപ്രകാരമായ സഹോദരങ്ങളെ, മാലാഖ
ഒരു ക്രൂശിത രൂപത്തിലേക്ക് കൈ ചൂണ്ടി നിൽക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഇപ്രകാരമാണ്. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ബഹുമാനങ്ങളും സ്നേഹവും ആദരവും എല്ലാം അവസാനം എത്തുന്നത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ മടിക്കരുത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ, കർത്താവിൻ്റെ മാലാഖയും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മൾ മടിക്കരുത്. കാരണം ഈ പ്രാർത്ഥനകളൊക്കെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അവസാനം എത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലാണ് എന്ന് ഈ ദർശനം നമ്മൾ മനസ്സിലാക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. യേശുക്രിസ്തു അമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിയേശു അമ്മയുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ ലോകത്തെ അനുഗ്രഹിക്കുകയാണ്. ഇനി പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ ദർശനം നടക്കുക ജൂൺ മാസം 30-ാം തീയതിയാണ്. 30-ാം തീയതി ജസ്റ്റിനയുടെ കൂടെ 12 വയസ്സ് പ്രായമുള്ള അവളുടെ ഒരു കൂട്ടുകാരി ബാർബരിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ വീണ്ടും ദേവാലയത്തിലെ മണിമുഴങ്ങുന്നു. കർത്താവിൻ്റെ മാലാഖയിൽ പ്രാർത്ഥിക്കേണ്ട സമയമായി. ആ സമയത്ത് വീണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടാകുന്നു. ഈ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പരിശുദ്ധ അമ്മയോട് ജസ്റ്റിന ഒരു ചോദ്യം ചോദിച്ചു, നീ എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ ജസ്റ്റിനോട് പറഞ്ഞു, നീ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നൂറ്റാണ്ടുകളായി പരിശുദ്ധ അമ്മയുടെ പല പ്രത്യക്ഷപ്പെടലുകളിലും അമ്മ ആവർത്തിച്ച് നൽകിയ സന്ദേശം, മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. വീണ്ടും ജസ്റ്റിനായുടെ മുമ്പിലും പരിശുദ്ധ അമ്മ ഇതേ അപേക്ഷ നടത്തുകയാണ്. മോളെ, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, ജപമാല ശക്തിയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്നുള്ളതാ. കൊച്ചു കുട്ടികളോട് പോലും ജപമാല മുടക്കരുത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും അമ്മ ആവർത്തിക്കുമ്പോൾ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു വലിയ കാര്യം ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുണ്ട്, നൽകുവാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ചില സംഭവങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിശ്വാസമുള്ള മക്കൾ ക്രൈസ്തവരാണ്, പരിശുദ്ധമ്മയുടെ വിശ്വാസമൊക്കെ ഉണ്ട്. എന്നാൽ എന്തിന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം? എന്തിന് ജപമാല ധരിക്കണം? ഇതൊരു ആവർത്തന പ്രാർത്ഥനയല്ലേ? ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ള ചില പൈശാചികമായ പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന ചില മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, കാരണം അത് പിശാചിൻ്റെ തട്ടിപ്പാണ്. ജപമാല പ്രാർത്ഥനയ്ക്കെതിരായി ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, അത് സ്വർഗത്തിൻ്റെ ദൂതല്ല, അത് പിശാചിൻ്റെ ദൂതാണ് എന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ 4ാമത് ദർശനം ജസ്റ്റിനായിക്ക് ലഭിക്കുക ജൂലൈ മാസം 1-ാം തീയതിയാണ്. 1877 ജൂൺ മാസം 27-ാം തീയതിയാണ് ആദ്യ ദർശനം നടക്കുക. പിന്നീട് പിറ്റേ ദിവസം 28-ാം തീയതി 2-ാം ദർശനം, പിന്നെ 30-ാം തീയതി 3-ാം ദർശനം, അങ്ങനെ 4ാമത്തെ ദർശനം നടക്കുക ജൂലൈ മാസം 1-ാം തീയതിയാണ്. ജൂലൈ മാസം 1-ാം തീയതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം അവർ ചോദിച്ചു, അങ്ങ് സത്യമായും ആരാണ് എന്ന്. അങ്ങ് സത്യമായും ആരാണെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ മറുപടി ഇപ്രകാരമാണ്, ഞാൻ അമലോത്ഭവയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 20 വർഷങ്ങൾക്ക് മുൻപ് ലൂർദിൽ പരിശുദ്ധ അമ്മ ബർണീതായ്ക്കും നൽകിയ സന്ദേശം ഇതുതന്നെയാണ്. അങ്ങ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമലോത്ഭവയാണ് എന്ന അമ്മയുടെ അതേ സന്ദേശം ഗിറ്റസ് വാളിലും പോളണ്ടിലും അമ്മ ആവർത്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ എന്നുള്ള സഭയുടെ ആ ടീച്ചിങ്, അത് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് നൽകിയിരിക്കുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമ്മൾക്ക് ഈ പ്രത്യക്ഷപ്പെടലിൽ നിന്ന് ലഭിക്കുകയാണ്.
ഞാൻ അമലോത്ഭവിയാണ്. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, ജൂലൈ മാസം 3-ാം തീയതിയും ജൂലൈ മാസം 28-ാം തീയതിയും ഓഗസ്റ്റ് മാസം 1-ാം തീയതിയും സെപ്റ്റംബർ മാസം 8-ാം തീയതിയും ഇനി അവസാനമായി അമ്മയുടെ 9-ാമത്തെ പ്രത്യക്ഷപ്പെടൽ സെപ്റ്റംബർ മാസം 16-ാം തീയതിയും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്. പരിശുദ്ധയമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും ഈ മക്കൾ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അമ്മ അതിനെല്ലാം ഉത്തരം നൽകി. അമ്മയോട് അവർ ചോദിച്ചു. ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ചോദിച്ചു, അമ്മേ ഇവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ? അപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ രോഗികൾ സുഖപ്പെടും, ഇവിടെ അനേകർ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും, അനേകർക്ക് മാനസാന്തരം ഉണ്ടാകും. അങ്ങനെ പരിശുദ്ധയമ്മ സെപ്റ്റംബർ മാസം 8-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നീരുറവ ആശീർവദിച്ചു. അതിനുശേഷം അമ്മ പറഞ്ഞു, ഈ ജലം കുടിക്കുന്നവർ സൗഖ്യം പ്രാപിക്കും. പിന്നീട് ഇന്നും ആ ജലത്തിൽ അനേകം തീർത്ഥാടകർ കടന്നു ചെന്ന് ഗിറ്റസ്വാളിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ അമ്മ ആശീർവദിച്ച് നൽകിയ ഉറവയിൽ നിന്ന് ജലം കുടിച്ച് അനേകർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ പ്രത്യക്ഷപ്പെടൽ സെപ്റ്റംബർ മാസം 16-ാം തീയതി 1877 സംഭവിച്ചത് ഇടവക ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അമ്മയുടെ തിരുസ്വരൂപം പ്രാർത്ഥിക്കുവാനായിട്ട് അമ്മ ആശീർവദിച്ചു നൽകി. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളെയും പരിശുദ്ധ അമ്മ പ്രത്യേകമായി ആശീർവദിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചുള്ള വാർത്ത പോളണ്ട് മുഴുവനും വ്യാപിച്ചു. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഗിറ്റസ്വാളിൽ പ്രത്യക്ഷപ്പെട്ട ആ സമയം പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയമായിരുന്നു. കാരണം പോളിഷ് ജനതയെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ പരിശ്രമിച്ചു കൊണ്ടിരുന്ന സമയം, പോളിഷ് ജനത കൂട്ടം കൂട്ടമായി കൂട്ടക്കല ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഈ സമയം. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഈ സമയം. ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവുമായി പ്രത്യക്ഷപ്പെട്ട് പോളണ്ടിനെ സംരക്ഷിക്കുക, ആ ജനതയെ ആ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കുക, വിശ്വാസത്തെ വീണ്ടും പടുത്തുയർത്തുക. ഇതിനൊക്കെ ആയുധമായി പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇപ്രകാരമാ: നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്ന സത്യം, കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുക. അമ്മ അമലോത്ഭവയാണ്, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അമലോത്ഭവ മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവും ആദരവും അംഗീകാരവും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സ്വീകരിക്കുകയല്ല, മറിച്ച് അതെല്ലാം അമ്മ തൻ്റെ പുത്രൻ്റെ കുരിശിൻ ചുവട്ടിലാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് മാലാഖ കുരിശുരൂപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. മഹാമാരി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്നു, അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമുക്കും ഗിറ്റസ്വാളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.